ഒരു കണ്ണും കാണാത്തതും ഒരു കൽബും അറിയാത്തതും ഒരു കാതും കേൾക്കാത്തതുമായ വലിയ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കണോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ഈ അത്ഭുതകരമായ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ഇത് ഞാൻ പറയുന്നതല്ല, മഹത്തുക്കൾ കൃത്യമായി അവരുടെ അനുഭവത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നതാണ്. അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഈ സ്വലാത്തിനെ ചേർത്ത് വെക്കാനുള്ള വലിയ തൗഫീഖ് ലഭിച്ചപ്പോൾ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചാൽ, എനിക്കും നിങ്ങൾക്കൊക്കെ മനഃപ്പാഠമറിയുന്ന, നമ്മൾ ചെറുപ്പം മുതലേ കേൾവിയുള്ള, നമ്മളെപ്പോഴും ചൊല്ലാറുള്ള ഈ സ്വലാത്തിൻ്റെ അത്ഭുതകരമായ നേട്ടങ്ങളും ഇത് ചൊല്ലേണ്ട രൂപങ്ങളും അറിഞ്ഞാൽ നമുക്കും ഇതുപോലെയുള്ള വലിയ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അവരവരനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വ്യതകളൊക്കെ പലപ്പോഴും പല വിഷയങ്ങളിലും പല സമയങ്ങളിലും എഴുതി അറിയിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ പവിത്രമേറിയ എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ഷിഫയാകാൻ ഇത് മതി, കടങ്ങൾ വീടാൻ ഇത് മതി, തീ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഇത് മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി കേൾക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ സ്വതക്ക നൽകി. എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇന്നും നൽകിയവരുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നോമ്പ് തുറയിലേക്ക് ഇനി അവസാനത്തെ 10 ബന്ധപ്പെട്ട വളരെ പവിത്രമേറിയ സമയവും സന്ദർഭമൊക്കെയാണ്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നാം നിത്യവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ദുആക്ക് നിശ്ചിത പദങ്ങൾ അള്ളാഹുവോ റസൂലോ നിശ്ചയിച്ച് തന്നിട്ടില്ല. നിശ്ചിത പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദങ്ങൾ ഖുർആനിലും ഹദീസിലും പല രൂപത്തിലുള്ള ദുആകളും ഉണ്ട്. സ്വലാത്ത് ഒരു ദുആ ആണ്. അപ്പോൾ ഈ സ്വലാത്ത് ഒരു ദുആ ആണ് എന്നതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. നിർണയിച്ച് തരാത്തത് കൊണ്ട് മഹത്തുക്കളൊക്കെ പറഞ്ഞു തന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ സ്ഥിരപ്പെട്ട സ്വലാത്തിൻ്റെ രൂപങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ആ ദുആഇന് ചില പ്രത്യേക പദങ്ങളുള്ള ദുആ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഖുർആനിൽ വന്നാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇങ്ങനെ തുടങ്ങിയുള്ള ദുആകളുണ്ട്. അതല്ലാതെ ഒരു നിശ്ചിത പദങ്ങളില്ലാതെ നമുക്ക് എപ്പോഴും ദുആ ചെയ്യാൻ പറ്റുന്ന ദുആകൾ നമുക്ക് ദുആ ചെയ്യാവുന്നതുമാണ്. സ്വലാത്തുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വലാത്തുകളുണ്ട്. അങ്ങനെയുള്ള സ്വലാത്തുകളുടെ കൂട്ടത്തിലൊക്കെ പ്രബലമായ അഭിപ്രായ പ്രകാരം നാരിയത്തു സ്വലാത്ത് രചിച്ചത് ഇമാം അബ്ദുസലാം ബിൻ ബഷീർ എന്ന് പറയുന്ന ബഷീഷ് എന്ന് പറയുന്ന വലിയ മഹാനാണ്. അബ്ദുസലാം ബിൻ ബഷീഷ് എന്ന് പറയുന്ന വലിയ മഹാനാണ് നാരിയത്തു സ്വലാത്ത് രചിച്ചത്. മഹാനവറുകൾ ഇമാം അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാമു കൂടെയാണ്. അത്തഫ്രീജത്തുൽ ഖുർത്തുബിയ്യ അൽ ഖുർത്തുബിയ്യ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വളരെ പവിത്രമേറിയ സ്വലാത്ത് ഒരുപാട് കാലം മുമ്പേ, പഴയ കാലം മുതലേ നമ്മുടെ പല വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് ചൊല്ലാറുള്ളൊരു സ്വലാത്താണ്. അസ്വലാത്തുൻ നാരിയ എന്നാണ് ഈ സ്വലാത്തിൻ്റെ നമുക്ക് പരിചയമുള്ളൊരു പേര്. സ്വലാത്തുൻ നാരിയ അഗ്നിയുമായി ബന്ധപ്പെട്ട സ്വലാത്താണെന്നാണ് അതിനർത്ഥം. ഏത് ദുഃഖ ദുരിതങ്ങളുണ്ടാകുമ്പോഴും എല്ലാവരും പഴയകാലം മുതലേ ചെയ്തിരുന്നൊരു ചിട്ടയായിരുന്നു 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ആ 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോൾ തീ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ പെട്ടെന്ന് ഫലം കാണുന്നത് കൊണ്ടാണ് ആ പേരങ്ങനെ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മഹത്തുക്കൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ സ്വലാത്ത് വളരെ പവിത്രമേറിയ സ്വലാത്താണ്. ഉദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധൂകരിച്ച് കിട്ടുന്ന സ്വലാത്ത് കൂടെയാണ് അസ്വലാത്തുൻ നാരിയ.
ഈ സ്വലാത്ത് സമ്പൂർണവും ദുഃഖദുരിതങ്ങൾ അകറ്റുന്നതിലും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിലും കിടയറ്റതാകുന്നു. സ്വലാത്തിൻ്റെ ചിട്ടകളടങ്ങിയ എല്ലാ പദങ്ങളും ഇത് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വലാത്തിന് ചില ആദാബുകളുണ്ട്. ആ ആദാബുകളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്വലാത്ത് കൂടെയാണ് ഈ പവിത്രമേറിയ സ്വലാത്ത്. വസ്തുക്കളുടെ എണ്ണങ്ങളും സമയങ്ങളും എടുത്തോതുകയും ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതിൻ്റെ ഒടുവിലത്തെ 3-4 വാക്കുകളിൽ അതൊക്കെയുണ്ട്. മഹാന്മാർ പറയുന്നു, ആരെങ്കിലും നാരിയത്ത് സ്വലാത്ത് നിത്യേന 11 തവണ ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഈഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ആകാശത്തുനിന്ന് നേരിട്ട് ഇറങ്ങുന്നത് പോലെ ലഭിക്കും. ഭൂമിയിൽ നിന്ന് പൊന്തി വരുന്നത് പോലെ നിഷ്പ്രയാസം അയാൾക്ക് അല്ലാഹു അവൻ്റെ മഈഷത്തിനുള്ള എല്ലാ വകയും നൽകുമെന്നുള്ളതാണ്. വേറൊരു മഹാൻ പറയുന്നുണ്ട്, ഓരോ നിസ്കാരശേഷവും സ്വലാത്തുന്നാരിയെ 11 തവണ ചൊല്ലിയാൽ, അത് ഇടപെടാതിരുന്നാൽ, അതിങ്ങനെ ഗ്യാപ്പില്ലാണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങളൊക്കെ അത് കാരണമായിട്ട് തട്ടിപ്പോകും എന്നുള്ളതാണ്. സ്വലാത്ത് അത്രമേൽ പവിത്രതയുള്ളതാണ്. പ്രത്യേകിച്ച് നാരിയത്ത് സ്വലാത്തിന് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും കൂടെയുണ്ട്. സുബ്ഹിക്ക് ശേഷം 41 തവണ നാരിയത്ത് സ്വലാത്ത് പതിവാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടും. ഇത് ഒരുപാട് ആളുകൾ ചെയ്തു വരുന്നൊരമലും കൂടെയാണ്. സുബ്ഹിക്ക് ശേഷം 41 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ദിവസേന നാരിയത്ത് സ്വലാത്ത് അത് 100 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുമെന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാവുന്നതാണ്. ദിവസേന ഇത് 313 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ രഹസ്യങ്ങളുടെ മറ നീങ്ങിക്കിട്ടും, ഉദ്ദേശിച്ചതെന്തും പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യും. 313 എന്ന് പറഞ്ഞാൽ 300 ചൊല്ലുമ്പോൾ ശരിക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടും. 313 എന്നുള്ളത് മുർസലീങ്ങളുടെയും ബദരീങ്ങളുടെയൊക്കെ എണ്ണാണ്. അതിൻ്റെ ഫലവും ലഭിക്കും. അത് നല്ലൊരു സംഖ്യയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചൊല്ലാം. ഇത് ഒരുപാട് വിവരങ്ങൾ പറയുന്നത് എന്തിനാ? നമുക്ക് ഏതാണോ സാധിക്കുന്നത് അതേപോലെ ചെയ്യാൻ. ഇനി കൂടുതൽ സമയമുള്ള സമയങ്ങളിൽ ഇതേപോലെയുള്ള എണ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാനും ചൊല്ലാനും പറ്റും. ദിവസേന ഇത് 1000 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അയാൾക്ക് അല്ലാഹു അതിരും എതിരുമില്ലാത്ത അവർണ്ണനീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു കണ്ണും കാണാത്തതും ഒരു ഖൽബും അറിയാത്തതും ഒരു കാതും കേൾക്കാത്തതുമായ വലിയ സൗഭാഗ്യങ്ങൾ അയാൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനൊരുമിച്ച് കൂട്ടി നാരിയത്ത് സ്വലാത്ത് ചൊല്ലട്ടെ, അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ. ആ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മളെന്തെങ്കിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഇടങ്ങറിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്ത് കൂടെയാണത്. നാരിയത്ത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. മാറാത്ത കടങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, തീരാത്ത കടങ്ങളുണ്ടോ, ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടോ, ചൊല്ലിക്കോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമായി കിട്ടും. അതാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത് യക്ഫീക ഹമ്മദ് ദുനിയ വ ഹമ്മൽ ആഖിറ, നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാരിയത്ത് സ്വലാത്ത് സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും പല ആളുകളും ദുആ വസിയത്ത് എഴുതി അറിയിക്കുമ്പോൾ, ഉസ്താദെ ഞാൻ 4444 സ്വലാത്ത് ഒരാഴ്ച കൊണ്ട്, ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചൻ്റെ ഇടയിൽ ചൊല്ലി തീർത്തു, ഉസ്താദ് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനുണ്ട്, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല മെസ്സേജുകളും വരാറുണ്ട്. എളുപ്പമാണത് ചൊല്ലാൻ. നമ്മൾ വിചാരിക്കും 4000 ചൊല്ലിത്തീരുമെന്നല്ല, വളരെ പെട്ടെന്ന് ചൊല്ലിത്തീരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് അത് ചൊല്ലാനും ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാനും അത് കാരണമായിട്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പലരും പല വിഷമങ്ങളൊക്കെ ഇതിൽ എഴുതി അറിയിക്കും. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.